ഹായ് ഓൾ, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ PWD AE എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട്. അതിൽ നമുക്കറിയാലോ, നമുക്ക് പൊതുവെ ഇപ്പോൾ IES-ന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മുടെ എന്താണ് PSC ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കോപ്പി അടിക്കപ്പെടുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് നടന്നിട്ട് നമ്മുടെ IES എന്താണ് ആ ഒരു 1 മാർക്ക് പ്രിലിമിനറി എക്സാം അല്ല, നമുക്ക് 2 ലെവൽ എക്സാംസ് ഉണ്ട്. അതിൽ ആ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ആ ഒരു പ്രിലിമിനറി എക്സാംസിലാണ്. അപ്പൊ ആ ഒരു എക്സാംസിന്റെ അകത്ത് ചോദിച്ചിട്ടുള്ള നമ്മുടെ എൻവയറമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് കാണുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് എന്താണ് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽ നല്ല അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു IES ലെവലും ചോദിക്കാറുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആണെന്ന് മാത്രം. അപ്പൊ ഇതില് മെയിൻലി കുറച്ച് തിയറിറ്റിക്കൽ ഐഡിയാസ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പൊ എല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന ആ ഒരു 15 ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഡിസ്കഷൻ ഇടയിൽ കാണാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് വളരെ ആദ്യത്തെ ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് തുടങ്ങാം. റൈറ്റ്, ഞാനിത് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ വെട്ടിയതുകൊണ്ടാണ് ചെറുതായിട്ട് ഒരു ഡാർക്കിഷ് കളർ വന്നു വിട്ടു അവിടെ, അല്ലേ? ഓക്കെ, so consider the following statements regarding the quality difference of groundwater and എന്താണ് സർഫസ് വാട്ടർ. സോ ഗ്രൗണ്ട് വാട്ടറും സർഫസ് വാട്ടറും, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കിണർ കുഴിച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വാട്ടറും, അതുപോലെ എന്താണ് നമ്മുടെ ആ ഒരു സർഫസ് വാട്ടർ എന്ന് പറയുമ്പോൾ റിവേഴ്സ്, ലേക്സ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വാട്ടർ. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2 സോഴ്സസിന്റെ ആ എന്താണ് ഒരു കാര്യം നോക്കിയാൽ ഗ്രൗണ്ട് വാട്ടറിന്റെ കേസിൽ എന്താണ് അതൊരു നാച്ചുറൽ ആയിട്ട് ആ ഒരു സാൻഡ് ബെഡിന്റെ ഇടയിലേക്കുള്ള മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അവിടെ നാച്ചുറൽ ആയിട്ട് ഫിൽട്രേഷൻ നടന്നുകൊണ്ടാണ് ആ ഒരു വാട്ടർ മൂവ് ചെയ്ത് പോകുന്നത്. റൈറ്റ്, അതേ സമയത്ത് നമ്മൾ സർഫസ് വാട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കേസ് എന്താ സംഭവിക്കുന്നത്, ആ ഒരു റിവറിലേക്ക് കൂടെയോ അല്ലെങ്കിൽ സീയിലേക്ക് കൂടെയോ, സീന്റെ കേസ് നമുക്കൊരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പല സ്ഥലത്തും എന്താണ് ആ ഒരു സോൾട്ട് വാട്ടർ റീക്ലമേഷൻ, റിവേഴ്സ് ഓസ്മോസ് ഒക്കെ വഴി അവർ വാട്ടർ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യാറുണ്ടല്ലേ, വേറെ സോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സോഴ്സിന്റെ കേസിൽ നമുക്ക് പൊതുവേ എന്താണ് ആ ഒരു ടെർബുലൻസും അതുപോലെ സിൽട്ടിങ് സ്കോറിംഗ് ഒക്കെയുള്ള പല സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, കൊളോഡൽ പാർട്ടിക്കിൾസ് വരാം, അതുപോലെ ആ ഒരു ഡിസോൾഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിൽ ഈ പറയുന്ന സസ്പെൻഡഡ് സോളിഡ്സ് ഓട്ടോമാറ്റിക്കലി അല്ലേ സർഫസുമായിട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് പല സ്ഥലത്തും ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ അതിലേക്ക് വരുന്നതുകൊണ്ട് റിലേറ്റീവ്ലി കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നത് എവിടെയാണ്, ഈ പറയുന്ന സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുന്നത് കൂടുതലും നമ്മുടെ ആ ഒരു സർഫസ് സോഴ്സസിലാണ്. അപ്പൊ ഇതിന്റെ കേസ് നോക്കാം. എന്താണ് ടർബിഡിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഈസ് ഹൈ വേറെ സർഫസ് വാട്ടർ ഈസ് ലിറ്റിൽ. ടർബിഡിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഹൈയും സർഫസ് വാട്ടർ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. യൂഷ്വലി എന്താണ് ആ ഒരു സർഫസ് സോഴ്സിന്റെ കേസിലാണ് അവിടെ ആ ഒരു സെഡിമെന്റ്സും പാർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്, അല്ലെ, ആ ഒരു സസ്പെൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു എന്താണ് ടർബിഡിറ്റി റിലേറ്റീവ്ലി ഹയർ ഉണ്ടാവുക. ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ്, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് എന്താണ് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, തെറ്റാണ്, അല്ലെ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോങ് ആണ്. ഇനി സെക്കൻഡ്, ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഈസ് ലോവർ ദാൻ ദ സർഫസ് വാട്ടർ. ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഈസ് ലോവർ ദാൻ സർഫസ് വാട്ടർ എന്നാ പറഞ്ഞത്, അല്ലെ. ഡിസോൾഡ് സോളിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിന്റെ അടിയിലേക്ക് കൂടെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ മെല്ലെ മെല്ലെ സീപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു വാട്ടറിന്റെ കേസ്, അത് താഴെയുള്ള പല മിനറൽ ഡെപ്പോസിറ്റിനെയും അലിയിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതുപോലെ പല പല കാര്യങ്ങളല്ല അതിലേക്ക് കൂടി ഇങ്ങനെ അലിയിച്ച് പോകുന്ന കാരണം അതിൻ്റെ അകത്ത് പൊതുവെ ആ ഒരു ഡിസോൾഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിസോൾഡ് സോളിഡ്സിന്റെ കണ്ടന്റ് യൂഷ്വലി കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞാൽ സസ്പെൻഡ് ആണെങ്കിൽ സർഫസിന്റെ അകത്താണ് കൂടുതൽ വരിക. അതേസമയം ഡിസോൾഡ് ആവുന്ന കേസിൽ എവിടെയാണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് വാട്ടറിലായിരിക്കും കമ്പാരിറ്റീവ്ലി ഹയർ ആയിട്ടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ വരിക. സോ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഈസ് ലോവർ എന്ന് പറഞ്ഞത് ശരിയല്ല. സോ ഇറ്റ് ഈസ് റോങ് ആണ്. തേർഡ്, കോൺസെൻട്രേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഓർ അയൺസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഈസ് ഹയർ ദാൻ സർഫസ് വാട്ടർ. അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞ ഒരു ഐഡിയ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഓർ അയൺസ്, അതായത് മെറ്റൽസും മെറ്റൽ അയൺസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെ ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് വാട്ടറിലാണ് സർഫസ് വാട്ടറിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഡിസോൾഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടൻസ് വരും. റൈറ്റ്, അപ്പൊ അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അപ്പൊ ഇതിൽ ബേസിക്കലി എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ അന്ന് കാര്യമായിട്ട് നോക്കുക. ചിലപ്പോൾ ആ എഴുതിയ കാര്യം വളരെ സിമ്പിൾ, പക്ഷെ ഒരുപാട് സമയം നമുക്ക് അതിൽ വായിച്ച് നോക്കാനുള്ള ഒരു സമയം അവിടെ ചിലപ്പോൾ സ്പെൻഡ് ആവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്, അല്ലേ. അപ്പൊ ഒറ്റ നോട്ടിൽ വായിച്ചു നോക്കി, ഇൻ കേസ് അതിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു സമയം കിട്ടും വന്ന് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 3 ഓൺലി ആണ് ഇതിന്റെ ആ ഒരു ആൻസർ വരിക. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയാസിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു.
അപ്പോൾ ആ ബേസിക്കലി നമുക്ക് ആ ഒരു ഗ്രൗണ്ട് വാട്ടറും അതുപോലെ ആ ഒരു സർഫസ് സോഴ്സിന്റെ ഒരു ഐഡിയ വേണം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കോമൺ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ? ബൈ ബോയിലിംഗ് ഓഫ് വാട്ടർ ഉണ്ട്, ബൈ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, ബൈ ദ യൂസ് ഓഫ് ഓസോൺ ഉണ്ട്, ബൈ ദ യൂസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയുന്നതാണ് നമ്മൾ ആ ഒരു മെത്തേഡ്സ് ഓഫ് എന്താണ് ഒരു ഡിസിൻഫെക്ഷന്റെ കേസ് പഠിക്കുന്നുണ്ട് റൈറ്റ്. അതിൽ രണ്ടായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ഫിസിക്കൽ പ്രോസസും അതുപോലെ ഒന്ന് കെമിക്കൽ പ്രോസസ്. സോ ഫിസിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബോയിലിംഗ് അതുപോലെ ഒരു അൾട്രാ വയലറ്റ് റേസിനൊക്കെ വെച്ചല്ലേ, നമ്മൾ വേറെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു ഫോഴ്സസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിനെ വെച്ചിട്ട് ആ ഒരു വാട്ടറിനെ ഡിസിൻഫെക്ട് ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ബോയിലിംഗ് ഓഫ് വാട്ടറും അതുപോലെ അൾട്രാ വയലറ്റ് റേസിന്റെ ആ ഒരു യൂസേജ് ഒക്കെ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഫിസിക്കൽ പ്രോസസ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. അതിൽ അൾട്രാ വയലറ്റ് റേസിന്റെ കേസിൽ 250 നാനോമീറ്റേഴ്സ് വേവ് ലെങ്തിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓസോണിന്റെ കേസ് എന്താണ്, ഓസോണ് കെമിക്കൽ പ്രോസസ് ആണ്. ഓസോണൈസേഷൻ അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ക്ലോറിനേഷൻ അല്ലെ, ഡിസിൻഫെക്ഷന്റെ കേസിൽ ക്ലോറിനേഷൻ ആണ് പൊതുവെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് മെറ്റൽ അയൺസ് വെച്ചിട്ടുള്ള പ്രോസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇതിനകത്ത് യൂസ് ഓഫ് സോഡിയം ക്ലോറൈഡ് നമ്മുടെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് പൊതുവെ യൂസ് ചെയ്യാത്ത ഒരു മെത്തേഡ് ഏതാണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചാൽ അത് യൂസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ മൈക്രോ ഓർഗാനിസംസ് ടു ക്യാരി ഔട്ട് ദ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഡിസോൾവ്ഡ് സോളിഡ്സ് ഓർ ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ അണ്ടർ എയറോബിക് കണ്ടീഷൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ? വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെ മൊത്തം ഒരു ക്ഷീണവും അല്ലേ. അപ്പൊ അത്രയും വലിയ രീതിയിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് ആ ഒരു ഓക്സിജൻ റിക്വയർമെന്റ്? ദിസ് ഈസ് ഓക്സിജൻ റിക്വയർമെന്റ് ആണ് ചോദിച്ചത് അല്ലെ. സോ ഓക്സിജൻ റിക്വയർമെന്റ് ഫോർ മൈക്രോ ഓർഗാനിസംസ് ടു ക്യാരി ഔട്ട് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഡിസോൾവ്ഡ് സോളിഡ്സ് ഓഫ് ഓർഗാനിക് മാറ്റർ റൈറ്റ്. അപ്പൊ അതെന്താണ് ബേസിക്കലി ആ ഒരു ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതിൽ 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും ആ ഒരു ടെസ്റ്റ് കണ്ടീഷൻസും കൂടി അറിഞ്ഞു വെക്കുക റൈറ്റ്. അതായത് നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് ആ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെസ്റ്റ് ടെമ്പറേച്ചർ. അതുപോലെ 5 ഡേയ്സിലാണ് ആ ഒരു BODന്റെ ടെസ്റ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യില്ല. അപ്പൊ ആ ഒരു കേസും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇതിലെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ കേസിൽ നമ്മൾ ആ ഒരു ഓർഗാനിക് കണ്ടന്റ് കേസ് പറയും. ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചാൽ ആ ഒരു തിയറിറ്റിക്കൽ കംപ്ലീറ്റ് അല്ല, ആ ഒരു കംപ്ലീറ്റ് ഓക്സിജൻ ഡിമാൻഡ്. തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ കേസിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻസ്, അതായത് തിയറിറ്റിക്കൽ ഇക്വേഷൻസിന്റെ ഒക്കെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഓക്സിജൻ ഡിമാൻഡ് ആണ് റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സീവേജ് ഹാസ് എ സസ്പെൻഡഡ് സോളിഡ് കണ്ടന്റ് ആസ് 250 മില്ലിഗ്രാം പെർ ലിറ്റർ. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ എഴുതാണ് 1 ലിറ്റർ സീവേജിന്റെ കേസിൽ എത്രയാണ് 250 മില്ലിഗ്രാംസ് ആണ് സസ്പെൻഡഡ് സോളിഡ്സ് റൈറ്റ്. ഇനി സെഡിമെന്റേഷൻ ടാങ്ക് റിമൂവ്സ് എഫിഷ്യൻസി 55% ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 55% ആണ് എഫിഷ്യൻസി റൈറ്റ്. ഇനി എന്താണ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സ്ലഡ്ജ്. വാട്ടർ കണ്ടന്റ് ഓഫ് ദ സ്ലഡ്ജ് എന്ന് പറയുന്നത് 95% ആണ്. അതായത് ടെക്നിക്കലി സ്പീക്കിംഗ് അതിനകത്ത് 5% സോളിഡ് കണ്ടന്റും ബാക്കി 95% നമ്മുടെ ആ ഒരു വാട്ടർ കണ്ടന്റും ആണ്. What is the quantity of sludge produced after treating 6.5 into 10 raised to 6 liters of sewage അല്ലേ. അതിൽ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ വാല്യൂ SUM പറഞ്ഞിട്ട് 1 ആണ്. അതായത് ബേസിക്കലി നമ്മുടെ ആ ഒരു വാട്ടറിന്റെ ആ ഒരു സെയിം സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെ അല്ലേ. അതായത് ആ ഒരു ഡെൻസിറ്റി വാല്യൂ. സോ അതായത് ആ ഒരു ഡെൻസിറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഗ്രാവിറ്റി 1 എന്ന് പറഞ്ഞാൽ ആ ഡെൻസിറ്റി വാല്യൂ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും ആ ഒരു സ്ലഡ്ജിന്റെ കേസിൽ നമുക്ക് ആ ഒരു ഡെൻസിറ്റി വരും അല്ലേ. ഇനി 1 ലിറ്ററിലെ 250 മില്ലിഗ്രാം ആണ് സസ്പെൻഡഡ് സോളിഡ്സ് എങ്കിൽ അല്ലെ, ആ കേസിൽ 6.5 into 10 raised to 6 liters. ഇത് ഈ വീഡിയോ നിങ്ങൾ തൽക്കാലം ഒന്ന് പോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഒരുപാട് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് വരുന്നുണ്ടല്ലോ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്താൽ മതി. സോ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യാം. 6.5 into 10 raised to 6 ലിറ്റേഴ്സിൻ്റെ അകത്ത് എത്ര മില്ലിഗ്രാംസ് അല്ലെങ്കിൽ കിലോഗ്രാംസ് ഓഫ് ആ ഒരു എന്താണ് ആ ഒരു സസ്പെൻഡഡ് സോളിഡ്സ് ആണെന്ന് ചോദിച്ചാൽ 1 ലിറ്ററിൽ 250 ആയതുകൊണ്ട് 6.5 ലിറ്റേഴ്സിൽ 6.5 into 10 raised to 6 into 250 മില്ലിഗ്രാംസ് അല്ലെ. 250 മില്ലിഗ്രാംസ് ആണ് അവിടെയുള്ള ആ ഒരു സസ്പെൻഡഡ് സോളിഡ്സിന്റെ അളവ്. ഈ 10 raised to 6 മില്ലിഗ്രാംസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആയതുകൊണ്ട് ദിസ് ഈസ് 6.5 into 250 എന്ന് പറഞ്ഞാൽ അല്ലേ. 6.5 into 250 എന്ന് പറഞ്ഞാൽ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 25 into 60 എന്ന് പറഞ്ഞാൽ 150 ആണ്. 150 into 0.5 എന്ന് പറഞ്ഞാൽ 125 അല്ലേ. സോ 150 1625. സോ 1625 കിലോഗ്രാംസ്
സോ 1625 kilograms ആണ് അവിടെ ആ ഒരു എന്താണ് സസ്പെൻഡഡ് സോളിഡ്സിന്റെ ആ ഒരു എമൗണ്ട്, ആ ഒരു കംപ്ലീറ്റ് 6.5 into 10⁶ ലിറ്റേഴ്സ് സീവേജിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു എന്താണ് സസ്പെൻഡ് സോളിഡ്സിന്റെ കണ്ടന്റ് ആണ്, റൈറ്റ്. ഇനി പറയുന്നുണ്ട് 55% ആണ് റിമൂവ് ചെയ്യപ്പെടുന്നത് അല്ലെ. ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് 55% ആയതുകൊണ്ട്, സോ എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 55% ആയതുകൊണ്ട്, റൈറ്റ്. അതുകൊണ്ട് എന്താണ് വരിക, സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് 55% ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഈ കാണിച്ചിരിക്കുന്ന 1625 kilogramന്റെ അകത്ത് 55% ആണ് ആ ഒരു സെഡിമെന്റേഷൻ ടാങ്കിന്റെ അകത്ത് റിമൂവ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് 55% ഓഫ് എത്രയാണ്, 55% ഓഫ് 1625 kilogram ആണ് സെറ്റിൽസ് ഇൻ സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെ. സെറ്റിൽസ് ഇൻ സെഡിമെന്റേഷൻ ടാങ്ക് ആണ്. സോ ആ സെഡിമെന്റേഷൻ ടാങ്കിന്റെ അകത്ത് സെറ്റിൽ ചെയ്യുന്ന ആ ഒരു എന്താണ് സസ്പെൻഡ് സോളിഡ്സിന്റെ ആ ഒരു അളവ് അല്ലെ, അത് അത്രയാണ്. സോ ദിസ് ഈസ് 55% ഓഫ് 55/100 into 1625 എന്ന് പറയുന്നത് ഞാൻ തൽക്കാലം ആ വീഡിയോയിലെ സമയം എടുക്കാൻ വേണ്ടി ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്. സോ ദിസ് ഈസ് എത്രയാണ് 893.75 വരും. ദിസ് ഈസ് 893.75 kilograms ആണ് അവിടെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ലഡ്ജിന്റെ അളവ് അല്ലെ. ആ ഒരു സെഡിമെന്റേഷൻ ടാങ്കിൽ സെപ്പറേറ്റ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു സ്ലഡ്ജിന്റെ അളവ്. ഇനി ഈ കേസ് നമ്മൾ പറഞ്ഞില്ല എന്താണ് 5% ആണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു സോളിഡ് കണ്ടന്റ്. 5% സോളിഡ്സും അതുപോലെ 95% വാട്ടർ ആണെന്നാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റനിൽ പറയുന്നത് അല്ലെ. 5% സോളിഡ്സും 95% വാട്ടറും ആണെന്നാണ് നമ്മളിവിടെ ആ ഒരു ക്വസ്റ്റനിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 5% അതായത് സസ്പെൻഡഡ് സോളിഡ്സിന്റെ ആ ഒരു അളവാണ്, അല്ലെങ്കിൽ അതിന്റെ ആ വെയിറ്റ് ആണ് ആ ഒരു 893.75 kilograms എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ടോട്ടലിന്റെ ആ ഒരു 5% ഓഫ് സ്ലഡ്ജ് ആണ്, 5% ഓഫ് സ്ലഡ്ജ് ആണ് ഈ പറയുന്ന എത്രയാണ് 893.75 kilogram അല്ലെ. ആ ക്വസ്റ്റനിലേക്ക് ഒന്നും കൂടി വരാം നിങ്ങൾക്ക് ഇൻ കേസ് വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അതായത് എന്താണ് വാട്ടർ കണ്ടന്റ് ഓഫ് ദ സ്ലഡ്ജ് അല്ലെ. വാട്ടർ കണ്ടന്റ് ഓഫ് ദ സ്ലഡ്ജ് 95% ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ ആ ഒരു ടോട്ടൽ 6.5 into 10⁶ ലിറ്റേഴ്സിന്റെ അകത്തുള്ള ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് സ്ലഡ്ജ് 1625 kilogram ആയിരുന്നു. അതിന്റെ അകത്ത് 50% സെപ്പറേറ്റ് ഔട്ട് ആയിരുന്നു. അപ്പൊ അതാണ് ആ ഒരു എത്രയാണ് 893.75 നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ 893.75 എന്ന് പറഞ്ഞാൽ ആ സോളിഡ്സ് ആണല്ലോ അല്ലെ, ആ സസ്പെൻഡഡ് സോളിഡ്സ് ആണ് ഈ പറഞ്ഞ 893.75 kilograms. അതായത് ആ സെഡിമെന്റേഷൻ ടാങ്കിൽ ഈ 600 എത്രയാണ് 6.5 into 10⁶ ലിറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്ത് വിട്ട സമയത്ത് അവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരു സോളിഡ്സിന്റെ അളവാണ് അളവാണ് ഈ ഒരു 893.7. അത് 6.5 into 10⁶ 6.5 million liters per day എന്നുള്ള അളവിൽ നമ്മൾ ആ സീവേജ് പാസ് ചെയ്ത് വിട്ട സമയത്ത് ആ സീവേജിന്റെ അകത്ത് 1625 kilograms എന്താണ് സോളിഡ്സ് ഉണ്ട്. അതിന്റെ അകത്ത് 893.75 kilogram അവിടെ സെറ്റിലായി അല്ലെ. അതാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇതില് 5% അതായത് ആ ഒരു 5% സോളിഡ്സിന്റെ അളവാണ് ഈ പറയുന്ന 893.75 kilogram എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ, സോ ദിസ് ഈസ് എത്രയാണ് ആ ഒരു ടോട്ടൽ വോളിയം കാണണമെങ്കിൽ, സോ ദിസ് ഈസ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് total volume will be equal to 893.75 divided by 0.05. So 893.75 by 0.05 വരും അല്ലെ. സോ ദിസ് എത്രയാണ് 8 1 39 7 43 8 37 വീണ്ടും 7 ആണ് 25 5 പ്ലസ് 0.7. സോ ദിസ് ഈസ് എത്രയാണ് 17875. ഇത്രയും കിലോഗ്രാംസ് ആണ് ആ ഒരു ടോട്ടൽ സ്ലഡ്ജിന്റെ ആ ഒരു വെയിറ്റ് വരും. അതായത് ആ ഒരു അല്ലെ നമ്മൾ ആ സോളിഡ്സ് പ്ലസ് വാട്ടർ 95% വാട്ടർ ആണ്, 5% ആ ഒരു സോളിഡ്സ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു 5% സോളിഡ്സിന്റെ വെയിറ്റ് 893.75 ആണെങ്കിൽ ആ ഒരു ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ആ ടോട്ടൽ വെയിറ്റ് അല്ലെ, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വോളി അല്ല, ടോട്ടൽ വെയിറ്റ് ആണ്, നമ്മൾ വോളി അല്ല വെയിറ്റ് ആണ് കണ്ടിട്ടുള്ളത്. സോ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈ പറയുന്ന എത്രയാണ് 17,875 kilograms വരും അല്ലെ. ഇനി നമ്മൾ ഈ പറയുന്ന 17,875 kilograms ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം, ആ ക്വസ്റ്റിന്റെ അകത്ത് വെയിറ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, അതെന്താണ് വോളിയം ആണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്. സോ ആ ഒരു
വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് കണ്ടറിയാം ക്യൂബിക് മീറ്റേഴ്സ് ആണ്, മീറ്റർ ക്യൂബ്സ് ആണ് ആ ഒരു വാല്യൂസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അതായത് 1000 കിലോഗ്രാം അല്ലെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ആ ഒരു ഡെൻസിറ്റി. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു വോളിയത്തിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എത്രയാണ്, 1 മീറ്റർ ക്യൂബ് ഉൾക്കൊള്ളുന്ന ആ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാംസ് ആണ്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് 1 കിലോഗ്രാംസ്, സോ 1 കിലോഗ്രാംസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ 1/1000 മീറ്റർ ക്യൂബ്സ് ആണ്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് 17875, സോ അതുകൊണ്ട് 17875 കിലോഗ്രാംസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് വിൽ ബി 17875 ഇൻറ്റു 17875 ഇൻറ്റു 1/1000 മീറ്റർ ക്യൂബ് വരും. ദിസ് ഇസ് ഈക്വൽ ടു 17.875 മീറ്റർ ക്യൂബ് ആണ് ആൻസർ വരും, റൈറ്റ്. സോ ആൻസർ വിൽ ബി 17.875 മീറ്റർ ക്യൂബ്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ചെയ്തപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊരു ക്വസ്റ്റ്യൻ അല്ല, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വല്ല ക്വസ്റ്റ്യൻസും കിട്ടിയാൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ അഡ്വാൻറ്റേജ് ആയിട്ട് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ ഓർത്ത് വെക്കുക 17.875. ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു വാല്യൂ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. 2 ദിവസം കഴിഞ്ഞ് എക്സാം ആയതുകൊണ്ട് അത് ഓർമ്മയുണ്ടാവും. സോ 17.875 ക്യൂബിക് മീറ്റേഴ്സ് ആണ് ആൻസർ കിട്ടുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്, ഇഫ് പി ഈസ് ദ പോപ്പുലേഷൻ ഓഫ് ടൗൺ ഓർ സിറ്റി, Q is the total quantity of water required during 1 year for town or city, what is the formula for maximum daily per capita demand for the town or city? റൈറ്റ്, അതായത് ഈ കേസിലെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് അല്ലെ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് തന്നിട്ടുണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് Q ആണ്. സോ ആ ടോട്ടൽ വാട്ടർ ഡിമാൻഡ് Q ആണ്, അതായത് ആ ഒരു കംപ്ലീറ്റ് സിറ്റി ആവശ്യപ്പെടുന്ന ആ ഒരു വാട്ടറിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ Q ആണ് അല്ലെ. ഇനി അതായത് അത് ത്രൂ ഔട്ട് ആ ഒരു ഇയറിൽ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ കൺസ്യൂം ചെയ്ത ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. സോ ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഓർ സിറ്റി ഇസ് P, Q is the total quantity of water required during 1 year for the town or city. ആ ഒരു 1 ഇയറിൽ ആ ഒരു കംപ്ലീറ്റ് സിറ്റി കൺസ്യൂം ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ആണ്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആവറേജ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരാൾ കൺസ്യൂം ചെയ്ത ടോട്ടൽ പോപ്പുലേഷൻ P കൺസ്യൂം ചെയ്ത ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ P കൺസ്യൂം ചെയ്ത ആ ഒരു ഡിസ്ചാർജ് ആണ് ആ ഒരു Q എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ആവറേജ് ഡിമാൻഡ് പെർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q by P വരും, റൈറ്റ്. ഇനി ഇതെന്താണ്, ഇത് നമ്മൾ ആ ഒരാൾ ഒരു വർഷം കൺസ്യൂം ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആണ്. ആ ഒരു 1 ഇയറിലെ ടോട്ടൽ ഡിമാൻഡ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ചെയ്താൽ അല്ലെ, ആ ഒരാൾ ഒരു വർഷത്തിൽ കൺസ്യൂം ചെയ്ത ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ആണ് അവിടെ കിട്ടിയത് അല്ലെ. ഇനി ഇതെന്ത് ചെയ്യണം നമ്മൾ, ദിസ് ഈസ് ആവറേജ് ഡിമാൻഡ് പെർ ഡേ ആക്കുകയാണെങ്കിൽ, പെർ പേഴ്സൺ പെർ ഡേ ആക്കുകയാണെങ്കിൽ, സോ പെർ പേഴ്സൺ പെർ ഡേ ആക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എന്താണ്, Q ഡിവൈഡഡ് ബൈ P ഇൻറ്റു 365 അല്ലെ. 365 നമ്പർ ഓഫ് ഡേയ്സ് 365 ആയതുകൊണ്ട് P ഇൻറ്റു 365. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്ന ആ ഒരു ആവറേജ് ഡിമാൻഡ് പെർ പേഴ്സൺ അതായത് പെർ ക്യാപിറ്റ പെർ ഡേ അല്ലെ. ഇനി ഈ പറഞ്ഞ വാല്യൂ നമ്മുടെ എന്താണ് ആവറേജ് ഡിമാൻഡ് ആയതുകൊണ്ട് 2 കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. അതായത് നമ്മൾ മാക്സിമം ഡെയിലി ഡിമാൻഡും അതുപോലെ എന്താണ് മാക്സിമം ഡെയിലി ഡിമാൻഡും അതുപോലെ നമ്മൾ പറയുന്ന ഒരു മാക്സിമം അവർലി ഡിമാൻഡുമായിട്ട് നമ്മൾ ഈ പറയുന്ന ആ ഒരു ആവറേജ് ഡിമാൻഡ്, ആ ഒരു Q ആവറേജിനെ നമ്മൾ റിലേറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എത്രയാണ്, 1.8 ഇൻറ്റു Q ആവറേജ് ആണ് ഇത്. അത് 2.7 ഇൻറ്റു Q ആവറേജ് ആണ് നമ്മൾ പറയുന്ന ഒരു മാക്സിമം അവർലി ഡിമാൻഡ് അല്ലെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഡെയിലി ഡിമാൻഡ് ആണ് ക്വസ്റ്റിനിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും, 1.8 ഇൻറ്റു ആ ഒരു Q ആവറേജ് വാല്യൂ. സോ 1.8 ഇൻറ്റു Q ബൈ P ഇൻറ്റു 365 ആയിരിക്കും അവിടെ ആൻസർ വരില്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആണ്. ഈ ഒരു ക്വസ്റ്റിന്റെ ആ ഒരു ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ഫ്ലോക്കുലേറ്റർ ഇൻ ദ ടിപ്പിക്കൽ വാട്ടർ ട്രീറ്റ്മെന്റ് സ്കീം ഫോർ സർഫസ് വാട്ടർ? സോ ഫ്ലോക്കുലേറ്റർ അല്ലെ, നമ്മൾ ആ ഒരു ക്ലാരി ഫ്ലോക്കുലേറ്ററിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആളാണ്. ക്ലാരി ഫ്ലോക്കുലേറ്ററിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആ ഒരാളാണ്. അത് ക്ലാരി ഫ്ലോക്കുലേറ്ററിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, കൊയാഗുലേഷൻ ടാങ്ക് ഉണ്ട്, കൊയാഗുലേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ ഫ്ലോക്കുലേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ എന്താണ് സെഡിമെന്റേഷൻ നടക്കുന്നില്ല, അതുപോലെ ആ ഒരു സെഡിമെന്റേഷൻ. സോ കൊയാഗുലേഷന്റെ കേസിൽ നമ്മൾ കൊയാഗുലൻ സാലം അതുപോലെ എന്താണ് നമ്മുടെ ആ ഒരു കോപ്പറാസ്, ക്ലോറിനേറ്റ് കോപ്പറാസ് അല്ലെങ്കിൽ സോഡിയം അലൂമിനേറ്റ്, ഇങ്ങനെ 4 കൊയാഗുലൻസ് ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്.
ആ കൊയാഗുലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു യൂസ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. ഫാസ്റ്റ് മിക്സിംഗ് ആണ് ആ കേസിൽ. ഫാസ്റ്റ് മിക്സിംഗ് ആണ്, നല്ല വൃത്തിയായിട്ട് എല്ലാ സ്ഥലത്തും കലങ്ങി തിരിയാൻ വേണ്ടി അല്ലേ, അവരൊരു നല്ല രീതിയിൽ കലങ്ങാൻ വേണ്ടി നമ്മളത് ഫാസ്റ്റ് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലൊക്കുലേഷന്റെ കേസിൽ ഈ പറയുന്ന പോലെ ആ ഒരു ചാർജ് ഒക്കെ ന്യൂട്രലൈസ് ആയതിനു ശേഷം എന്താണ്, അതിനെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ലാർജർ പാർട്ടിക്കിൾസ് ആയിട്ട് സെറ്റിൽ ആവണം അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ നല്ല സ്പീഡിൽ കറക്കാൻ മിക്കവാറും എല്ലാവരും പല വഴിക്ക് പോകുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് അല്ലെ, വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് ഫ്ലൊക്കുലേഷനിൽ. ഫ്ലൊക്കുലേഷന് ശേഷം എന്താണ്, ആ ഫ്ലൊക്കുലൻസ് താഴെ സെറ്റിൽ ചെയ്യാനാണ് നമ്മൾ ആ ഒരു സെഡിമെന്റേഷന്റെ കേസ് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫ്ലൊക്കുലേഷന്റെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് ജെന്റിൽ മിക്സിംഗ് ആണ്, റാപ്പിഡ് ഡിസ്പേർഷൻ അല്ല, റാപ്പിഡ് മിക്സിംഗ് അല്ല. അതുപോലെ എന്താണ്, പെർമിറ്റ് ദ സെറ്റിൽമെന്റ് ഓഫ് കെമിക്കൽ ഫ്ലോക്സ് അലോങ് വിത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ല, പ്രൊവൈഡ് ഫോർ ജെന്റിൽ മിക്സിംഗ് ഓഫ് ദ ഡീസ്റ്റെബിലൈസ്ഡ് കൊളോയിഡ്സ് ടു പ്രൊമോട്ട് എഗ്ലോമറേഷൻ ഓഫ് കൊളോയിഡ്സ് ഇൻ ടു ലാർജ് ഈസിലി സെറ്റിലബിൾ ഫ്ലോക്സ് അല്ലെ. അതായത് ആ ഒരു പെട്ടെന്ന് സെറ്റിൽ ആവുന്ന ലാർജ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലൊക്കുലേഷൻ പ്രോസസിന്റെ അതേ ഒരു കൊയാഗുലൻസിന്റെ ആ ഒരു ആക്ഷനോ കാരണം എല്ലാവരും കൂടി എന്താണ്, എഗ്ലോമറേഷൻ അല്ലെ, ആ ഒരു വലിയ പാർട്ടിക്കിൾസ് ആയി മാറുന്ന ഒരു പ്രോസസ് ആണ്. അത് കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ആവാൻ വേണ്ടിയുള്ള ആ ഒരു ഫ്ലോക്സ് ആയി മാറുന്നതാണ് ബേസിക്കലി ആ ഒരു ഫ്ലൊക്കുലേഷൻ ടാങ്കിന്റെ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെ. സോ ആൻസർ വരും ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. If Q is the water requirement in liter per minute and P is the population in thousands, what is Buston's formula for determination of fire demand? അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ രണ്ട് യൂണിറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, ഏത് യൂണിറ്റിലാണ് എന്താണ് ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് അല്ലേ. അപ്പൊ ഇതില് എന്താണ്, ക്യൂ ഈസ് ദ വാട്ടർ റിക്വയർമെന്റ് ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാല്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യൂ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, 3182 റൂട്ട് പി കുച്ച്ലിങ്സ് ഫോർമുല. അതിൽ അവിടെ 4637 into 1 minus 0.01 റൂട്ട് പി, അത് എന്താണ് നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർ റൈറ്റേഴ്സ് ഫോർമുല അല്ലേ. അതുപോലെ 100 റൂട്ട് പി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർമുലയാണ്. അതുപോലെ 5663 റൂട്ട് പി ആണ് നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു ബസ്റ്റൻസ് ഫോർമുല. അപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, വാല്യൂസ് തന്നു, അതിൻ്റെ അത് ക്യൂ എന്താണെന്നൊക്കെയുള്ള രീതിയിലൊരു ഓർമ്മയില്ലെങ്കിൽ ചിലപ്പോൾ ആ ആൻസേഴ്സിൻ്റെ അകത്ത് ലിറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ എന്താണ് മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ ക്യൂ പെർ അവർ എന്നൊക്കെയുള്ള രീതിയിൽ ഓപ്ഷൻസ് വരികയാണെങ്കിൽ അല്ലെ, എങ്ങനെ എന്തായിരുന്നു ആ ഒരു ഫൈനൽ യൂണിറ്റ് ഉള്ള ഐഡിയ നമുക്ക് വേണം. സോ ഡിസ്ചാർജിന്റെ വാല്യൂ നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്താൽ ഡിസ്ചാർജിന്റെ വാല്യൂ കിട്ടുന്നത് എന്താണ്, ലിറ്റർ പെർ മിനിറ്റ്സിലാണ്. അതുപോലെ പോപ്പുലേഷന്റെ വാല്യൂ തൗസൻഡ്സിൽ പൊട്ടി അല്ലെ. ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 1 lakh ആണ് നമ്മുടെ ആ പോപ്പുലേഷൻ, അല്ലെങ്കിൽ 10,000 ആണ് നമ്മുടെ ഒരു പോപ്പുലേഷൻ വരുന്നതെങ്കിൽ നേരെ അതിനകത്തുള്ള ആ ഒരു 3 പൂജ്യം അങ്ങ് വെട്ടുക റൈറ്റ്. അതിനുശേഷം ആ ഒരു വാല്യൂ അതിനകത്തേക്ക് കൂട്ടുക. സോ 10 ആയിരിക്കും ഈ കേസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആ ഒരു വാല്യൂ അല്ലെ. അപ്പൊ അതാണ് ആ ഒരു കേസ്. ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. Consider the following statements regarding a good building or house drainage system. Pipes should be of non-absorbent materials. അത് കറക്റ്റ് ആണ്. ആ ഒരു അല്ലെ, പൈപ്സ് അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു പ്രശ്നമാണ് റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ആണ്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ ഗുഡ് ബിൽഡിംഗ് ഓർ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം അല്ലെ. ഇനി സിസ്റ്റം ഷുഡ് ഹാവ് ട്രാപ്സ് അറ്റ് ഓൾ നെസസറി പോയിന്റ്സ്. ട്രാപ്സ് നിർബന്ധമായിട്ട് ആവശ്യമാണ്. നമുക്കറിയാം ആ ഒരു എന്താണ് വേസ്റ്റ് ഗ്യാസ്, ഫൗൾ ഗ്യാസ് ഒക്കെ നമ്മുടെ ആ ഒരു ഹോം എൻവയറമെന്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രാപ്സ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ്. ബ്രാഞ്ച് ഡ്രെയിൻ ഷുഡ് ബി ആസ് ലോങ് ആസ് പോസിബിൾ. അത് തെറ്റായിരുന്നു. അത് ബ്രാഞ്ച് ഡ്രെയിൻസിന്റെ കേസ് നമുക്ക് ബ്രാഞ്ച് ഡ്രെയിൻസ് എന്ന് മാത്രമല്ല ഒരു ഡ്രെയിൻസിന്റെ കേസ് നമുക്ക് അത്ര ലോങ് ആയിട്ടുള്ള ആ ഒരു ഡ്രെയിൻസ് പാടില്ല അല്ലെ. പെട്ടെന്ന് തന്നെ ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അവിടെ ബ്ലോക്കേജിന്റെ ചാൻസ് കൂടാണ് റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ബ്രാഞ്ച് ഡ്രെയിൻ ഷുഡ് ബി ആസ് ലോങ് ആസ് പോസിബിൾ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ എന്ത് വരും, 1 and 2 ഓൺലി ആണ്. സോ ആൻസർ ഷുഡ് ബി എ ആണ്, 1 and 2 ഓൺലി വരും അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 9 പോവാം. Which one of the following is not a factor affecting losses and waste in water supply scheme? അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. മീറ്ററിംഗ് ഉണ്ട്, അൺഓതറൈസ്ഡ് കണക്ഷൻസ് ഉണ്ട്, വാട്ടർ ഡിമാൻഡ് ഉണ്ട്, പ്രഷർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അവിടെയുള്ള ആ ഒരു കീ പോയിന്റ്സ് നോട്ട് നോക്കിയുള്ള കാര്യങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചാടിക്കറി ചിലപ്പോൾ അതിന്റെ ആൻസർ തെറ്റിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ലോസ് ആൻഡ് വേസ്റ്റിനെ എഫക്ട് ചെയ്യാത്ത ആളെ ചോദിച്ചില്ല അല്ലെ. മീറ്ററിംഗിന്റെ കേസ് ആലോചിച്ച് നോക്കിയേ. മീറ്ററിംഗിന്റെ കേസിൽ അല്ലെ നമ്മൾ പൊതുവെ എന്താണ് അവിടെ ആക്ച്വലി ഈ പറഞ്ഞ ലോസസ് ആൻഡ് വേസ്റ്റേജ് കുറക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ഓട്ടോമാറ്റിക്കലി മീറ്ററിംഗ് വെച്ച് പൈസ വാങ്ങിക്കുന്ന കേസാണെങ്കിൽ നമ്മൾ മാക്സിമം എന്താണ് വേസ്റ്റ് ആകേണ്ട, ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കാത്ത രീതിയിൽ പിശുക്കന്മാരായതുകൊണ്ട് ആ ഒരു കേസിലേക്ക് പോകും റൈറ്റ്. അൺഓതറൈസ്ഡ് കണക്ഷന്റെ കേസ് നമ്മളൊരു എമൗണ്ട് ഓഫ് വാട്ടർ ഡിസൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടു കുറേ ആൾക്കാർ ഇടയിൽ നിന്ന് കുത്തി ചോർത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അതും ബേസിക്കലി ഒരു ഫാക്ടർ എഫക്റ്റിംഗ് ലോസസ് അല്ലെങ്കിൽ വേസ്റ്റേജ് ആണ്. വാട്ടർ ഡിമാൻഡിന്റെ കേസ് അല്ലെ. വാട്ടർ ഡിമാൻഡിന്റെ കേസിൽ നമ്മൾ ഒരു സ്ഥലത്തും ആ ഒരു ഡിമാൻഡുമായിട്ട് കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ലോസ് ആൻഡ് തെഫ്റ്റിനെ നമ്മൾ റിലേറ്റ് ചെയ്യാറില്ല അല്ലെ. പ്രഷറിന്റെ കേസ് വന്നാൽ എക്സി പ്രഷർ വന്നാൽ കുറേ സ്ഥലം ആ ലീക്കേജിന്റെ കേസ് കാണുന്നതാണ്, നല്ല രീതിയിൽ ചീറ്റി പുറത്തോട്ടേക്ക് പോകും അല്ലെ.
അപ്പോൾ അതുകൊണ്ട് പ്രഷർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആ ഒരു ലോസ് ആൻഡ് വേസ്റ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ വരിക എന്താണ്, വാട്ടർ ഡിമാൻഡ് ആണ് ഇതിന്റെ അകത്ത് ലോസ് ആൻഡ് തെഫ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കാത്ത ആ ഒരു ഫാക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ഫോർ പോപ്പുലേഷൻ ഇസ് ഓൾസോ നോൺ ആസ് യൂണിഫോം ഇൻക്രീസ് മെത്തേഡ്? റൈറ്റ്, അതായത് ആ പോപ്പുലേഷൻ യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഒരു യൂണിഫോം റേറ്റിൽ അങ്ങനെ റേറ്റ് അല്ല, ഒരു യൂണിഫോം വാല്യൂ വെച്ച് മുന്നോട്ടേക്ക് കൂടിക്കൂടി വരുന്ന ആ ഒരു പ്രോസസ് നമുക്ക് അറിയുന്നതാണ്. അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ആണ്. അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അതിലിവിടെ ഞാൻ അതിൻ്റെ കൂടെ ഒരു 2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അത് നമ്മളിവിടെ യൂഷ്വലി അല്ലേ ഒരു ഓൾഡ് ആൻഡ് ഡെവലപ്ഡ് സിറ്റീസിന്റെ കേസിൽ ഏതാണ് ആ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. യങ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള സിറ്റിന്റെ കേസ് ചോദിച്ചാൽ ആ കേസിൽ നമ്മൾ ആ ഒരു ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് പറയും അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. അക്കോർഡിംഗ് ടു സ്റ്റോക്സ് ലോ, ഇഫ് diameter d is less than 0.1 millimeter, then the settling velocity of spherical particles is directly proportional to. അപ്പൊ ഈ കേസിൽ സ്റ്റോക്സ് ലോന്റെ കേസിൽ ആ ഒരു ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു വെക്കുക. വെലോസിറ്റി അല്ലെ, സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു G-1 ഗാമ W d²/18μ1. അതില് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയുന്ന ആ ഒരു പാർട്ടിക്കിൾ സൈസ് ആണ്. ഡി ഈസ് ദ ഡയ ഓഫ് പാർട്ടിക്കിൾ ആണ്, ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ആണ്. അതുപോലെ ഗാമ W എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അല്ലെ, യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ആണ്. ഈ കേസിൽ നമ്മൾ ആ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ആയതുകൊണ്ട് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ കേസിലും. ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, ഓഫ് പാർട്ടിക്കിൾസ് ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ മ്യൂ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെ, ഡൈനാമിക് വിസ്കോസിറ്റി ആണ്, ഡൈനാമിക് വിസ്കോസിറ്റി ആണ് മ്യൂ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ കേസിൽ എന്താണ്, ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആണ്. ഗാമ W ആയിട്ട് റിലേഷൻ ഉണ്ട്, d² ആണ് അല്ലെ, ഡിന്റെ ആ ഒരു പവർ 2 ആയിട്ടാണ് റിലേഷൻ. സോ d² ആണ് ആൻസർ വരിക. അതുപോലെ എന്താണ്, ഡൈനാമിക് വിസ്കോസിറ്റി ആയിട്ട് ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ ടെമ്പറേച്ചറിന്റെ കേസ് പറയാന്നില്ല, ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കുറയുന്നതുകൊണ്ട് അവിടെ ആ ഒരു റിവേഴ്സ് കേസ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കുറയുന്നു, വിസ്കോസിറ്റി കുറഞ്ഞാൽ എന്താണ്, സെറ്റിലിംഗ് വെലോസിറ്റി കൂടും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മളത് റിലേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 12. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഓഫ് പ്രഷർ ഫിൽട്ടർ ആസ് കമ്പയർഡ് ടു റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽട്ടർ ഈസ് അബൌട്ട് 10 times ആണോ, 15 times ആണോ, 2 to 5 times ആണോ, 6 to 8 times ആണോ? അപ്പൊ ഇതില് നമ്മൾ ആ ഒരു ഫിൽട്രേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, സ്ലോസ് ആൻഡ് ഫിൽട്ടേഴ്സ് ആണെങ്കിൽ എന്താണ് 100 to 200 liters per hour per meter square എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ ആണെങ്കിൽ നേരെ അതിന്റെ 30 times ആണ്, 3000 മുതൽ 6000 ആണ്, 6000 liter per hour meter square ആണ്. പ്രഷർ ഫിൽട്ടറിന്റെ കേസിൽ, പ്രഷർ ഫിൽട്ടേഴ്സിന്റെ കേസിൽ ഇറ്റ് ഈസ് എത്രയാണ്, അവിടെ അങ്ങോട്ട് 6000 മുതൽ 15000 ആണ്. ചില കേസ് അത് 18000 ബുക്കിൽ കാണാറുണ്ട്. എന്നാൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു 6000 to 15000 അല്ലേ. അപ്പൊ അത് രണ്ടാമത്തെ 3000 കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടത്തേക്ക് ഒരു 5 അല്ലെ ഇൻറ്റു 5 ആണ്. അപ്പൊ യൂഷ്വലി ആ ഒരു 2 times to 5 times ഒക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു റേറ്റ് വരിക. റൈറ്റ്, സോ എത്രയാണ് ആൻസർ വരിക, സി ആണ്. സോ ഇഫ് പ്രഷർ ഫിൽട്ടറും അതുപോലെ ആ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിന്റെ കേസ് ചോദിച്ചാൽ ആ ഒരു 2 to 5 ആണ് യൂഷ്വലി നമ്മൾ പറയുന്ന റേറ്റ്. അതേസമയത്ത് സ്ലോ സാൻഡ് ഫിൽട്ടറും നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽട്ടറും ചോദിച്ചാൽ ഏകദേശം 30 times ആണ് നമ്മൾ ആ ഒരു കമ്പയർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 13. Completely mixed activated process to be used to treat wastewater flow of 500 meter cube per hour having soluble BOD of 250 milligram per liter. If the concentration of soluble BOD escaping treatment is 10 milligram per liter, treatment efficiency will be. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഇനീഷ്യലി ഇതിൽ കുറെ വാല്യൂസ് ആണെന്ന് വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അതായത് ഇനീഷ്യലി വന്നിട്ടില്ല അല്ലെ, ഇനീഷ്യലി വന്നിട്ടുള്ള ആ ഒരു BOD വാല്യൂവിന്റെ വേസ്റ്റ് വാട്ടറിന്റെ അകത്ത് 250 milligram per liter ആയിരുന്നു BOD വാല്യൂ. റൈറ്റ്, അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പുറത്തോട്ടേക്ക് പോകുന്ന ആ ഒരു വാട്ടറിന്റെ അകത്ത് 10 milligram per liter ആണ് അവിടെയുള്ള ആ ഒരു BOD വാല്യൂ. അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ റിമൂവ് ചെയ്യപ്പെടുന്ന ആ ഒരു ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ഡിവൈഡഡ് ബൈ ആ ഒരു ഇൻഫ്ലോ എന്ന് ചെയ്താൽ മതി. സോ ഇൻഫ്ലോ അല്ലെ, BOD ഓഫ് ഇൻഫ്ലോ, അതുപോലെ എന്താണ് BOD ഓഫ് അതായത് ഇൻഫ്ലുവന്റ് മൈനസ് ആ ഒരു എഫ്ലുവന്റ് അല്ലെ, BOD ഓഫ് ഇൻഫ്ലുവന്റ് മൈനസ് BOD ഓഫ് എഫ്ലുവന്റ് ഡിവൈഡഡ് ബൈ BOD ഓഫ് ആ ഒരു ഇൻഫ്ലുവന്റ്. അപ്പൊ ഈ കേസിൽ ദിസ് ഈസ് എത്രയാണ്, 250 ആണ്. 250 മൈനസ് BOD ഓഫ് എഫ്ലുവന്റ് എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡഡ് ബൈ 250 വരും. സോ ദിസ് ഈസ് 240 by 250 ആണ്, 24 by 25 വരും അല്ലെ.
സോ ഇൻറ്റു 5, സോ ദിസ് ഇസ് 96 അല്ലേ. സോ ദിസ് ഇസ് 96% ആണ് ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും. 96% ആണ് ഈ കേസിൽ വരുന്ന ഒരു എഫിഷ്യൻസി. അത് 96% ഓഫ് BOD ഈസ് റിമൂവ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. Excessive acidity or alkalinity of the particular wastewater is neutralized by adding alkali or acid and this is achieved in. അതായത് ഈ ഒരു എക്സസീവ് ആയിട്ടുള്ള അസിഡിറ്റി ഓഫ് ആൽക്കലിനിറ്റി അല്ലേ, ആ ഒരു എക്സസീവ് ആയിട്ടുള്ള അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടാങ്ക് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് ആണ് യൂസ് ചെയ്തത് അല്ലേ. യൂഷ്വലി നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ആ ഇക്വലൈസേഷൻ ടാങ്കിന്റെ കേസിൽ പല സ്ഥലത്തും അല്ലെങ്കിൽ പല ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവുക എന്താണ്, നമുക്ക് ഓൾറെഡി PSC മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ഫ്ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാങ്ക് ഏതാണ് അല്ലേ. അപ്പോൾ ആ കേസിൽ ഇക്വലൈസേഷൻ ടാങ്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ഏതാണ് കോൺസെൻട്രേഷൻ ബാലൻസ് ചെയ്യാന്നുള്ളൊരു കേസ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വലൈസേഷൻ ടാങ്ക് ആണ്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ഫ്ലോ, അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ മേ ബി ഈ പറഞ്ഞ അസിഡിറ്റി ആൽക്കലിനിറ്റി അല്ലെങ്കിൽ വല്ല സീവേജിന്റെ കേസ് ആണെങ്കിൽ ആ BOD ലോഡിങ്ങിന്റെ വാല്യൂ ഒക്കെ ആവാം അല്ലേ. അപ്പോൾ അത് നമ്മുടെ ആ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രഷ് വാട്ടർ ആണ്, ട്രീറ്റ് ചെയ്ത വാട്ടർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആ ഒരു കണ്ടൻസ് കോൺസെൻട്രേഷന്റെ കേസ് ബാലൻസ് ചെയ്യാനാണെങ്കിലും നമ്മൾ ആ ഇക്വലൈസേഷൻ ടാങ്കിലാണ് അതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മിക്സിംഗ് ഒക്കെ ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇക്വലൈസേഷൻ ടാങ്കിന്റെ കേസിൽ 2 പർപ്പസ് ഉണ്ട്. ഒന്ന് ആ സ്റ്റോറേജ് ബാലൻസ് ചെയ്യാനും അല്ലെ, ബാലൻസിങ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോവും. ബാലൻസ് എന്താണ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആ ഒരു അല്ലെ, ഔട്ട്ഫ്ലോ ഇൻഫ്ലോനെ ബാലൻസ് ചെയ്യുക. അതുപോലെ എന്താണ് ആ ഒരു കോൺസെൻട്രേഷൻ. സോ ആ ഒരു വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഓഫ് അയേൺസ്, കോൺസെൻട്രേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ബാലൻസ് ചെയ്യുക എന്നുള്ള ആ ഒരു എയിം കൂടി നമുക്ക് എന്തുണ്ട് നമ്മുടെ ആ ഒരു ഇക്വലൈസേഷൻ ടാങ്കിന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. Modern commercial turbidimeter which works on the principle of scattering of light at right angles to the incident light is called. So modern commercial turbidimeters which works on the principle of scattering of light at right angles to the incident light അല്ലേ. അതായത് നമ്മൾ പറയുന്നതാണ് നെഫ്ലോമീറ്റർ ആണ്. സോ അവിടെ എന്താണ് നമ്മൾ ആ ഒരു കൊബാൾട്ട് പ്ലേറ്റ് ഒക്കെ വെക്കുന്നുണ്ട്, അവിടുന്ന് അല്ലേ നമ്മൾ ആ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നു. ഇവിടുന്ന് 90 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്തിട്ട് പോകുന്ന ആ ഒരു ലൈറ്റ് നമ്മൾ മെഷർ ചെയ്യാണ്. അതിന്റെ ബേസിലാണ് അവിടെ ആ ഒരു നെഫ്ലോമീറ്റർ നമ്മൾ ആ ഒരു മെഷർമെന്റ് നടന്നത് അല്ലേ. സോ നെഫ്ലോമീറ്ററിന്റെ അകത്താണ് ആ ഒരു ലൈറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസിന്റെ കേസ്. സോ ലൈറ്റ് അറ്റ് ലൈറ്റ് അല്ല എന്താണ് ലൈറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസിന്റെ കേസ് അവിടെ അല്ലേ. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ നെഫ്ലോമീറ്റർ ആണ്. അതുപോലെ നമ്മൾ ബെയിലീസിന്റെ കേസിൽ പറയുന്ന ആ ഒരു ഇൻസിഡന്റ് ലൈറ്റിന്റെ ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് അത് ആ ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അവിടെ സ്കാറ്ററിംഗ് അല്ല അബ്സോർപ്ഷൻ ആണ്, റൈറ്റ്. ആ കേസിൽ നമ്മൾ ബെയിലീസ് പറയും. സോ റൈറ്റ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്ത ലൈറ്റ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഡെബിറ്റ് പറഞ്ഞിരുന്ന ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ നെഫ്ലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാം എന്തായാലും നമ്മൾ നല്ല വൃത്തിയായിട്ട് എഴുതുക, നല്ല സൂപ്പറായിട്ട് എഴുതുക, നിങ്ങൾ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക. ഇനി നെക്സ്റ്റ് വരുന്ന നമ്മുടെ ഈ എക്സാം ഇതാണ് KSHB വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഇറിഗേഷൻ AE ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന്റെയൊക്കെ കേസിൽ നിങ്ങൾ ആ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പുതിയ ടാർഗറ്റ് AE 2.0 ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ആ ഒരു ലൈവ് വീഡിയോസിനേക്കാളും അല്ല അത്രയും കാത്തിരുന്ന് കാണാനുള്ള ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ലൈവ് ക്ലാസ് ഒക്കെ കണ്ട് അതിന്റെ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു 2 രീതിയിൽ ഒരു ബാച്ചിൻ്റെ തന്നെ ആ 2 കേസും ലൈവ് വീഡിയോസിന്റെ കേസും ഉണ്ട്, റെക്കോർഡഡ് വീഡിയോസിന്റെ ആ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ 2 ഗുണങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഡീറ്റെയിൽസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9995 100 800. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവരും എക്സാം നല്ല ഉഷാറായിട്ട് ചെയ്ത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.